വെടിമരുന്ന് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചന നടക്കുകയാണ്. സംബന്ധിച്ച അന്തിമ തീരുമാനം നാളെ ഉണ്ടാകും. വെടിക്കെട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യത ഇപ്പോൾ സജീവമായി നിൽക്കുന്നു. നാളെ തിരുവമ്പാടി പാറമേക്കയുടെ ദേവസ്വങ്ങളും ഘടക ക്ഷേത്രങ്ങളുടെയും യോഗമാണ് നടക്കാൻ പോകുന്നത്. ജനവികാരവും സർക്കാർ തീരുമാനവും പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നാണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിമാർ ഞങ്ങളോട് പറഞ്ഞത്. കൂടിയാലോചനയ്ക്ക് ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും പറഞ്ഞു. പ്രതികരണങ്ങളിലേക്ക്. തിരുവമ്പാടിയും പാറമേക്കാവും രണ്ട് ഗ്രൂപ്പാണ് ഈ വെടിക്കെട്ടുകളുടെ എല്ലാം ചുമതലയേറ്റ് പൂരത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നത്. ഏതെങ്കിലും ഒരു കൂട്ടർ പ്രഖ്യാപിച്ച് ഏകപക്ഷീയമായി മറ്റൊരു കൂട്ടർ പ്രഖ്യാപിച്ചില്ല എന്നുള്ളതൊന്നും ആക്ഷേപം ഇപ്പോൾ ഇവിടെ എടുക്കുന്നില്ല. നാളെ കൂടുന്ന മീറ്റിംഗ് എത്തുമ്പോഴേക്ക് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഒരു സമവായം കണ്ടെത്തി ആ കാര്യത്തെ സംബന്ധിച്ചോളം നമുക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഹാരം ഉണ്ടാവും. ആയിട്ട് ആലോചിച്ച് എന്താ വേണ്ടതെന്നുള്ളത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ഇതിൽ അല്ലേ. ഇത്ര ആൾക്കാർ മരിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കളക്ടറും സർക്കാരും എല്ലാവരുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഇത്രയധികം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആഘോഷ കമ്മിറ്റിയിലെ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആലോചിച്ച് അടുത്തൊരു നടപടി ഉണ്ടാവുള്ളൂ. ഇതിനൊരു വികാരമുണ്ട്, ജനവികാരമുണ്ട്. നമ്മൾ തിരുവമ്പാടി മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നടരാജ് പരശുറാം ചേരുകയാണ്. നടരാജ്, നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് തിരുവമ്പാടി അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണ്? സർക്കാർ തീരുമാനം മിക്കവാറും ഇവരോട് ആലോചിച്ച ശേഷം ഇവരുടെ നിലപാടറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനം വരിക. എന്താണ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ഒരു ആലോചന? പൂരം ഉപേക്ഷിക്കാൻ തന്നെയാണോ? ജിമ്മി, ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ നടക്കുന്ന ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിലാണ് ഉണ്ടാവുക. രാവിലെ 10:30-ക്കാണ് പ്രത്യേക യോഗം ചേരുന്നത്. സർക്കാർ പ്രതിനിധികളും മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം പ്രതിനിധികളും ഘടകപുരക്ഷേത്ര ഭാരവാഹികളും തൃശ്ശൂരിലെ പൗരാവലിയിലെ ഭാരവാഹികളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കും. തൃശ്ശൂർ പൂരം മുമ്പും ആഡംബരം കുറച്ച് നടത്തിയ ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ തൃശ്ശൂർ തിരുവമ്പാടിയുടെ പൂരാഘോഷ കമ്മിറ്റിയിലെ അംഗങ്ങൾ തന്നെ ഈ അപകടത്തിൽ മരിച്ച പശ്ചാത്തലത്തിൽ രാവിലെ സെക്രട്ടറി ഗിരീഷ് കുമാർ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ തന്നെ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഈ സാഹചര്യത്തിൽ പൂരം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോകുമോ? കോവിഡ് കാലഘട്ടത്തിൽ നടന്ന പോലെ പൂരം ഒരു ചടങ്ങാക്കി നടക്കുമോ, അതോ പൂരം ആഡംബരം കുറച്ചുകൊണ്ട് ചെറിയ രീതിയിൽ നടത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ആഡംബരം കുറച്ചുകൊണ്ട് പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ നടത്തിക്കൊണ്ട് എഴുന്നേൽപ്പും മറ്റും നടത്താനുള്ള സാധ്യത കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം തുറന്നു പറയാൻ, പ്രത്യേകിച്ച് ആദ്യം പറയാൻ ഒരു ദേവസ്വവും ഇതുവരെ തയ്യാറായിട്ടില്ല. തിരുവമ്പാടി സെക്രട്ടറിയും പാറമേക്കാവ് സെക്രട്ടറിയും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കും എന്നാണ് പറയുന്നത്. സർക്കാർ എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിലും ഇന്ന് ഒരു ചാടിക്കേറിയ ഒരു അഭിപ്രായം പറയാൻ മന്ത്രി VN വാസവനോ K രാജനോ തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂർ പൂരം വലിയൊരു വികാരമാണ്. തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ ചർച്ചയാവുന്ന ഒരു വലിയ സംഭവമാണ്. ഒരിക്കൽ വിവാദമായാൽ വർഷങ്ങളോളം നിൽക്കുന്ന വലിയൊരു വിഷയമായി മാറുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പൂരം സംബന്ധിച്ച തീരുമാനങ്ങൾ വളരെ സൂക്ഷ്മമായി എടുക്കണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ട്. പൂരം ആഡംബരങ്ങൾ കുറച്ചുകൊണ്ട്, എഴുന്നള്ളിപ്പിലും മറ്റും ആഡംബരങ്ങൾ കുറച്ചുകൊണ്ട് ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് നടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോഴും നടരാജ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആഡംബരങ്ങൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടുണ്ടാവില്ല, ആനകളുടെ എഴുന്നള്ളിപ്പ്, അത്തരം കാര്യങ്ങൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പിറ്റേന്ന് രാത്രി കഴിഞ്ഞ് അന്ന് പിറ്റേന്ന് പുലർച്ചെ പകൽപൂരവും കഴിഞ്ഞാണ് കാര്യങ്ങൾ തീരുക. അതിൽ നിന്ന് ഏതൊക്കെ കുറയും ആഡംബരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതി? ജിമ്മി, സാധാരണഗതിയിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കേണ്ടത് സ്വാഭാവികമായും ദേവസ്വങ്ങളാണ്. ദേവസ്വങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നു, എന്തെല്ലാം കാര്യത്തിൽ ദേവസ്വത്തിന് നിർബന്ധമുണ്ട് എന്നുള്ളത് സർക്കാരുമായി മാത്രമേ ദേവസ്വം പങ്കുവയ്ക്കാൻ സാധ്യതയുള്ളൂ. ആഡംബരം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികം ആനകളുടെ എണ്ണം കുറയ്ക്കാം, ആനകളുടെ ആഡംബരം കുറയ്ക്കാം, കുടമാറ്റത്തിന് ഉപയോഗിക്കുന്ന കുടകളുടെ എണ്ണം കുറയ്ക്കാം, വലിയ രീതിയിലോ ദീർഘസമയമോ മേളം കുറയ്ക്കാം. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ കുറയ്ക്കുന്ന കാര്യത്തിൽ ദേവസ്വങ്ങൾ തീരുമാനമെടുക്കണം. അവർക്കത് സമ്മതമായിരിക്കണം. അത് ജനവികാരം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുക എന്ന അടിവരയിട്ട് ദേവസ്വങ്ങൾ പറയുന്നുമുണ്ട്. പാറമേക്കാവും തിരുവമ്പാടിയും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ ജനവികാരം എന്താണ് എന്നുള്ളത്, ദേവസ്വത്തിന്റെ വികാരം എന്താണ് എന്നുള്ളത് അവർ
സർക്കാരുമായിട്ട് മാത്രമായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദേവസ്വങ്ങളുടെ കാര്യം കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കും സർക്കാരിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയുക. ഇത് ദേവസ്വങ്ങളും സർക്കാരും ഇതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്നുകൊണ്ടൊരു തീരുമാനം എടുക്കലാണ് ഉണ്ടാവുക. അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഡംബരം കുറച്ചുകൊണ്ടും ആനകളുടെ എണ്ണം കുറച്ചുകൊണ്ടും കോവിഡ് കാലത്ത് ചടങ്ങ് മാത്രമായി നടത്തിക്കൊണ്ടും പൂരം നടത്തിയ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഏതെല്ലാം രീതിയിൽ കുറച്ചുകൊണ്ട് പൂരം നടത്താൻ കഴിയുമെന്നുള്ള ആലോചനകൾ നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാവില്ല എന്ന് ഏറെക്കുറെ നമുക്ക് അനുമാനിക്കാം. ഇനി പൂരം ദിവസമുള്ള അവസാന വെടിക്കെട്ട് ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ഏറെക്കുറെ ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അവരുടെ എല്ലാ സാധന സാമഗ്രികളും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പൊട്ടിത്തെറിയിൽ തന്നെ നഷ്ടമായി കഴിഞ്ഞിരുന്നു. ഇനിയൊരു വെടിക്കെട്ടിലേക്ക് തിരുവമ്പാടി സ്വാഭാവികമായിട്ടും പോവുകയുമില്ല. പാർമേക്കാവ് ഈ നിലപാടെടുക്കുമോ, പാർമേക്കാവ് ഇക്കാര്യം സർക്കാരിനോട് പറയുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗിക വെർഷൻ വരേണ്ടതുണ്ട്. നാളെയാകും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയുക. നടരാജ്, അതായത് ഒരു വിഭാഗത്തിന്റെ വെടിക്കെട്ട് നടത്താനുള്ള സാധന സാമഗ്രികൾ മുഴുവൻ നശിച്ചുപോയി എന്നാണോ, അതോ സാമ്പിൾ വെടിക്കെട്ടിൻ്റെത് മാത്രമാണോ നശിച്ചിരിക്കുന്നത്? പാർമേക്കാവിന്റെ തിരുവമ്പാടിയുടെ നിർമ്മാണ വെടിപ്പുരയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്. വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. നിറയെ പൂർത്തിയാക്കിയ സാധന സാമഗ്രികളും വെടിക്കോപ്പുകളും അവിടെ ഉണ്ടായിരുന്നു. അവയിൽ മിക്കതും നശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ബാക്കിയുള്ള കരിമരുന്നും മറ്റും തന്നെ കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സിന്റെ നിർമ്മാണത്തിലും മറ്റുമൊക്കെ തന്നെ അതും കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ പാലക്കാടുള്ള പാർമേക്കാവ് വിഭാഗത്തിന്റെ കൊല്ലങ്കോടുള്ള വെടിക്കോപ്പുകളൊക്കെ തന്നെ സീസ് ചെയ്തു എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് പോലീസിന്റെ സംരക്ഷണയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ തിരുവമ്പാടിക്ക് മാത്രമായി ഇനിയൊരു വെടിക്കെട്ട് നടത്താൻ അവർ തുനിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ ഒരു സൂചനയൊക്കെ തന്നെ നമുക്ക് രാവിലെ കിട്ടുകയും ചെയ്തിരുന്നു. ഇനി കൂടുതൽ വെടിക്കോപ്പ് ഉണ്ടാക്കുന്നതും ശരിയല്ല എന്നൊരു തോന്നൽ സ്വാഭാവികമായും ആ ദേവസ്വത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവമ്പാടി ഒരു വെടിക്കെട്ടിലില്ല. പാറമേക്കാവിന് എന്ത് തീരുമാനിക്കുമെന്ന് കണ്ടറിയണം. സാധാരണഗതിയിൽ തിരുവമ്പാടിയും പാറമേക്കാവും പരസ്പരം സ്നേഹ സൗഹാർദ്ദത്തോടുകൂടി മുന്നോട്ട് പോകുന്ന രണ്ട് ദേവസ്വങ്ങളാണ്. തിരുവമ്പാടി ദേവസ്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മുഴുവൻ പാറമേക്കാവ് ദേവസ്വത്തിലെ പ്രതിനിധികൾ ഉണ്ടായിരുന്നത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവർക്കൊപ്പം നിന്നിട്ടുണ്ട്. ഇവരൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെയാണ്, ഒരു ദേശക്കാരാണ്. അതുകൊണ്ട് തന്നെ തിരുവമ്പാടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാറമേക്കാവും വെടിക്കെട്ടിൽ നിന്നും പിന്മാറാനുള്ള സാധ്യത നമുക്ക് തള്ളാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ പൂരത്തിന് വെടിക്കെട്ടില്ല എന്ന് അനുമാനിക്കേണ്ടി വരും. പൂരത്തിന് പോലും വെടിക്കെട്ടില്ലെങ്കിൽ സാമ്പിൾ വെടിക്കെട്ടും ഉണ്ടാവില്ല എന്ന കാര്യവും ഉറപ്പാണ്. ഇതൊന്നും തന്നെ ഒരു ഫൈനൽ വേർഡ് പറയാൻ നമ്മൾ ആളുകൾ അല്ലെങ്കിലും മുൻകാലത്ത് നടന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സാധ്യതകൾ കിടക്കുന്നതെന്ന് നമുക്ക് പറയാം. കോവിഡ് കാലത്തെ പൂരം നമ്മൾ കണ്ടതാണ്. അന്ന് ചടങ്ങ് മാത്രമായി പൂരം നടന്ന ചരിത്രവും തൃശ്ശൂരിനുണ്ട്. പലതരത്തിലുള്ള വർണ്ണാഭമായ പൂരങ്ങളും ആഡംബരം കുറഞ്ഞ പൂരവും ചടങ്ങ് മാത്രമായി ഒരാനയെ വെച്ച് നടത്തിയ പൂരവും തൃശ്ശൂർക്കാർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പൂരമാവും 2026 നടക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണണം. ശരി നടരാജ് പരശുറാം, ചുരുക്കത്തിൽ വെടിക്കെട്ട് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ഒരു വിഭാഗത്തിന്റെ വെടിക്കെട്ടുകൾ മുഴുവൻ ആ അപകടത്തിൽ പൊട്ടിത്തീർന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പാറമേക്കാവിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തവണ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടുണ്ടാകാനുള്ള സാധ്യത കുറയുന്നു. മിക്ക